ഹലോ, എല്ലാവർക്കും സ്റ്റഡി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ 4th സെമ്മിലെ കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. കമ്പനിയും കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് ഇന്ന് നമ്മൾ ടോപ്പിക്കിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, എന്നാലേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായി കമ്പനീൻ്റെ ഡെഫിനിഷൻ നോക്കാം. നമ്മൾ കമ്പനിയുടെ ഒക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് ഡെഫിനിഷനും മീനിങ്ങും ഒക്കെ എഴുതിയിട്ട് തുടങ്ങണം. അപ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ ഡെഫിനിഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. 2 മാർക്കിനായാലും 4 മാർക്കിനായാലും 50 മാർക്കിനായാലും ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കമ്പനിയുടെ ഡെഫിനിഷൻ നോക്കാം. ജസ്റ്റിസ് ജെയിംസ് ഡിഫൈൻസ് എ കമ്പനി ആസ് എ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് ഫോർ കോമൺ ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കതിൻ്റെ മീനിങ് നോക്കാം. ഒരു കമ്പനി കോമൺ ആയ ഒബ്ജക്റ്റിനായിട്ട് യുണൈറ്റഡ് ചെയ്യുന്ന വ്യക്തികളുടെ അസോസിയേഷനാണ് കമ്പനി എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ കോമൺ ആയ ഒബ്ജക്റ്റ് നേടാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ചേർത്ത് നിന്ന് ഒരു കൂട്ടായി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ അസോസിയേഷനെയാണ് കമ്പനി എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി നോക്കാം. 10 പോയിൻ്റാണുള്ളത്. അപ്പോൾ ഇത് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്, 4 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് വോളണ്ടറി അസോസിയേഷൻ. ഒരു കമ്പനി പേഴ്സൻ്റെ ഒരു വോളണ്ടറി അസോസിയേഷനാണ്. അതായത് ഒരു വ്യക്തിയെ മെമ്പറാക്കാൻ നിർബന്ധിക്കാനോ കഴിയില്ല. അതേപോലെ തന്നെ മെമ്പർഷിപ്പ് ഉപേക്ഷിക്കാനോ നമുക്ക് കഴിയില്ല. ആളുകളുടെ പേഴ്സണൽ ചോയ്സും പ്രോഫിറ്റ് നേടാനുള്ള അവരുടെ ആഗ്രഹമോ അല്ലെങ്കിൽ സ്വന്തമായി മറ്റേതെങ്കിലും വസ്തുക്കളോ ആണ് കമ്പനിയിൽ മെമ്പറാകാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അവരുടെ ഒരു പേഴ്സണൽ ചോയ്സോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മുടെ കമ്പനിയിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് തോന്നിയിട്ടും ഉള്ള ഒരു പ്രേരണയാൽ മെമ്പറാകുന്നതിനെയാണ് മെമ്പർ ആവാനേ കഴിയും, അല്ലാതെ നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പനി ഒരു വോളണ്ടറി അസോസിയേഷനാണ്. സ്വയം തോന്നിയിട്ട് മെമ്പറായിട്ട് അങ്ങനെ കൂടി ഉണ്ടാകുന്നതാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. അതാണ് വോളണ്ടറി അസോസിയേഷൻ എന്ന പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഒരു കമ്പനിക്ക് പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്. അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് സ്വതന്ത്രമാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, മെമ്പേഴ്സിൽ നിന്ന് ഇൻഡിപെൻഡൻറ്റുമാണ്. കമ്പനിയുടെ ആസ്തികളിൽ വ്യക്തിപരമായ അല്ലെങ്കിൽ ജോയിൻ്റ്ലി ഒരു അംഗത്തിനും ഏതെങ്കിലും ഉടമസ്ഥാവകാശം ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ജോയിൻ്റ്ലിയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിയോ ഒരു അംഗത്തിനും അതിൻ്റെ ഉടമസ്ഥാവകാശം ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതിനാൽ ഒരു കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്ന് പ്രസ്താവിച്ചു. അതുകൊണ്ട് നമുക്ക് നേരിട്ട് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്ന് ഡിഫൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. തേർഡ് പോയിൻ്റ് പെർപെക്ച്വൽ സക്സഷനാണ്. ഒരു കമ്പനിക്ക് നിരന്തരമായ പിന്തുടർച്ചയും അപ്പോൾ അതിൻ്റെ അംഗങ്ങളിൽ ലൈഫിൽ നിന്നിട്ട് സ്വതന്ത്രവുമാണ്. അതിൻ്റെ എക്സിസ്റ്റൻസ് ഒരു തരത്തിലും ബാധിക്കുകയില്ല. അതായത് എക്സിസ്റ്റൻസിനെ ഒരു ഘടകവും ബാധിക്കില്ല. കാരണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻസോൾവൻസിയോ ഇൻസാനിറ്റിയോ അതൊന്നും ഒരിക്കലും ഒരു കമ്പനിയുടെ പിന്തുടർച്ചയെ, അതായത് എക്സിസ്റ്റൻസിനെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ഫോർത്ത് പോയിൻ്റ് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഒരു കമ്പനിയെ മെമ്പേഴ്സിൻ്റെ ബാധ്യത അതായത് ലയബിലിറ്റി ജനറലി ലിമിറ്റഡ് ആണ്. ഒരു കമ്പനിയുടെ ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അവർ ഹെൽഡ് ചെയ്ത ഷെയറുകളുടെ നോമിനൽ വാല്യൂൻ്റെ എക്സ്റ്റെൻഡ് വരെ ലിമിറ്റ് ചെയ്തിരിക്കുന്നു. നോമിനൽ വാല്യൂൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഷെയർ ഹോൾഡറോട് അൺപെയ്ഡ് വാല്യൂവിനേക്കാൾ കൂടുതലായി ഒന്നും ചോദിക്കാൻ കഴിയില്ല. അതായത് അൺപെയ്ഡ് എമൗണ്ടിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും ചോദിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്.
ഫിഫ്ത്ത് പോയിന്റ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ഷെയറുകളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു പബ്ലിക് കമ്പനിയിൽ നിന്ന് ഇത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ചെയ്യും, ഷെയർ ഫ്രീലി ട്രാൻസ്ഫറബിൾ ചെയ്യും. ബട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സ്റ്റാറ്റ്യൂട്ടറി ഡെഫിനിഷൻ അനുസൃതമായിട്ട് മെമ്പേഴ്സിന് അവരുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം ആർട്ടിക്കിൾസ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു. പബ്ലിക് കമ്പനിയിൽ നമുക്ക് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാം, ബട്ട് പ്രൈവറ്റ് കമ്പനിയിലെ ആർട്ടിക്കിൾസ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. സിക്സ്ത് പോയിന്റ് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. ഒരു കമ്പനി ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. നാച്ചുറൽ ബർത്ത് ഒഴികെയുള്ള ഒരു പ്രോസസ്സാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു നാച്ചുറൽ പേഴ്സൻ്റെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ഒന്നും ഒരു കമ്പനിക്ക് ഇല്ല, ഇൻടാഞ്ചിബിൾ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതേസമയം ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ഇല്ലെങ്കിലും ചില അവകാശങ്ങൾ കമ്പനിക്കുണ്ട്. ഒരു മനുഷ്യൻ്റെ അവകാശം പോലെ തന്നെ കമ്പനിക്കും അവകാശങ്ങളുണ്ട്. കമ്പനി ഇൻവിസിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ആണ്, ഇമ്മോർട്ടൽ ആണ്. കമ്പനിയുടെ ലോഡ് ആയുസ്സിൽ മാത്രം നിലനിൽക്കുന്നതാണ് ഇത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് കാരണം ഒരു കമ്പനിയെ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നു. ഫിസിക്കൽ ഡിസബിലിറ്റീസ് കാരണം ഒരു കമ്പനിയെ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നു. സെവൻത്ത് പോയിന്റ് കോമൺ സീലാണ്. ഒരു കമ്പനി ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആയതിനാൽ അതിന് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഡയറക്ടേഴ്സ് എന്നറിയപ്പെടുന്ന നാച്ചുറൽ പേഴ്സൺസിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു കമ്പനിക്ക് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അപ്പോൾ അവർ വഴിയാണ് ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ പേരിനൊപ്പം സൈനിന് പകരമായിട്ട് കോമൺ സീൽ ഉപയോഗിക്കുന്നു. ഷെയർ സർട്ടിഫിക്കറ്റ്, ഷെയർ വാറണ്ട് എന്നീ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റുകളിലും കോമൺ സീൽ അഫിക്സ് ചെയ്തിട്ടുണ്ട്. എയ്ത്ത് പോയിന്റ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ് ആണ്. ഒരു കമ്പനി ലീഗൽ പേഴ്സൺ കൂടാതെ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഈ ഫീച്ചർ കാരണം ഒരു കമ്പനിക്ക് സ്വന്തം പേരിൽ മറ്റുള്ളവർക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു കമ്പനിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാനും കഴിയും എന്നാണ് പറയുന്നത്. ഒമ്പതാമത്തെ പോയിന്റ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുവഴി അതിൻ്റെ ക്യാപിറ്റൽ വഴി നമുക്ക് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയും. ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും കമ്പനിക്ക്. അപ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് അവരുടെ ഷെയർ വഴി നമുക്ക് ബിഗ് എമൗണ്ട് സ്വീകരിക്കാൻ കഴിയും. ബിഗ് എമൗണ്ട് നമുക്ക് കിട്ടും. അതുവഴി നമുക്ക് കമ്പനിയിൽ ആക്ടിവിറ്റീസ് തുടരാൻ കഴിയും എന്നാണ് പറയുന്നത്. 10th പോയിന്റ് വൈൻഡിങ് അപ്പ് ആണ്. കമ്പനി ലൈഫിലെ ലാസ്റ്റ് സ്റ്റേജിനെയാണ് വൈൻഡിങ് അപ്പ് സൂചിപ്പിക്കുന്നത്. കമ്പനിയുടെ അസറ്റ് തിരിച്ചറിഞ്ഞ ശേഷം ആ അസറ്റിൽ നിന്ന് പെയ്ഡ് ഓഫ് ഡെപ്റ്റിനെ നീക്കം ചെയ്യുന്നു. അതായത് റിയലൈസ്ഡ് അസറ്റിൽ നിന്ന് പെയ്ഡ് ഓഫ് ഡെപ്റ്റ് നീക്കം ചെയ്യുന്നു. കൂടാതെ സർപ്ലസ് ഉണ്ടെങ്കിൽ കമ്പനിയിലെ അവരുടെ കൈവശമുള്ള പ്രൊപ്പോർഷനായിട്ട്, അതായത് ഓരോ ഇതിൻ്റെയും പ്രൊപ്പോർഷനാനുപാതികമായിട്ട് മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അവരവരുടെ പ്രൊപ്പോർഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ സർപ്ലസ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.